സാറിന്റെ സ്കൂൾ ഓഫ് സിനിമയെന്നാണ് വരുന്നത്. അതെ, അതെ. അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ജിത്തു സാറിനോട് മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ ഈയിടെ ആയിട്ട്. അതെ. അപ്പം അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാറാണ് പടം എല്ലാത്തിനും നേര്, കൂമൻ എല്ലാത്തിനകത്തുള്ള ദൃശ്യം 2, റാമ, നേരെ, കൂമൻ, 12th കുഴി, 12th Man അങ്ങനെ എല്ലാം. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി പേര് അത് കമ്പയർ ചെയ്തേക്കുന്നത് ദൃശ്യം സിനിമ വെച്ചിട്ടാണ്. അയ്യോ, ദൃശ്യം വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയൊരു സിനിമ, അതിൻ്റെ വേറൊരു ക്ലൈമാക്സ് ദൃശ്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ഒരു ട്രാക്കൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം കുറച്ചും കൂടെയൊക്കെ ഫസ്റ്റ് മുതലേ കുറേ ഈവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരെ ബോറടിപ്പിക്കാതെ തന്നെ ഇപ്പം കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. അവസാനം ഒരു 20 മിനിറ്റ് കൊണ്ടുപോയി കത്തിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെയൊന്നും കാര്യം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ സിനിമ മാറി തുടങ്ങി. കാരണം ഇപ്പം എല്ലാവരും റീലുകളൊക്കെ കണ്ടിട്ട് കുറേ അപ്ഡേറ്റഡാണ്. പിന്നെ ജിത്തു സാറിന്റെ അടുത്തോട്ട് എത്തുന്നതൊക്കെ ശല്യപ്പെടുത്തി, ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തി, അല്ലാണ്ട് ഞാൻ പേഴ്സണലി എങ്ങനെയെങ്കിലൊക്കെ പരിചയം ഒരു പരിചയം ഇല്ലായിരുന്നു. സാറ് പറയാം അത് ഭയങ്കര റെയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ഒരു ഫോൺ മെസ്സേജ് എപ്പോഴും വിളിച്ച് മെസ്സേജ് അയച്ച് അങ്ങനെ അത് ഏതോ ഒരു സമയത്ത് സാറിൻ്റെ അസോസിയേറ്റ് നമ്പർ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ സാറ് തന്നെയുള്ളൂ പറയും അത് നിനക്ക് എന്തോ വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. കാരണം കുറേ പേര് അയക്കുന്നതാണല്ലോ, ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ദൃഢം സിനിമയുടെ ഡയറക്ടറാണ് മാർട്ടിൻ ജോസഫ്. ഹായ്. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കും. ഓക്കെ, ദൃഢം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ ആയിരുന്നു ഒരു റെസ്പോൺസ് കിട്ടിയത്? ഞാൻ പ്രതീക്ഷ പോലെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് പേർക്ക് പടം, കുറേ പേർക്ക് പടം ഇഷ്ടപ്പെടുന്നു, കുറേ പേർക്ക് പടം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. നമ്മളെല്ലാവരുടെയും ഫീഡ്ബാക്ക് എടുക്കണമല്ലോ. നമുക്ക് ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്ക് ആണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതെ. അങ്ങനെ സിനിമ എങ്ങനെ കണ്ടത്? ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണോ, ആസ് എ ഡയറക്ടറാണോ, എങ്ങനെ കണ്ടേ? ഞാൻ ആസ് എ പ്രേക്ഷക നിലയ്ക്ക് സിനിമ കാണുന്നത്, എന്നിട്ടാണല്ലോ നമ്മൾ ഡയറക്ടറിലേക്ക് വരുന്നത്. കാരണം നമ്മൾ പ്രേക്ഷക നിലയ്ക്ക് സിനിമ കണ്ടാലേ നമുക്കത് തിയേറ്ററിലേക്ക് എത്തുമ്പം ഓഡിയൻസിൻ്റെയും കൂടെ ഒരു പൾസിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു പ്രേക്ഷക നിലയ്ക്ക് തന്നെയാണ് സിനിമ കാണുന്നത്. ഓക്കെ, രണ്ട് രീതിയിലും കാണോ? ആദ്യം പ്രേക്ഷക എന്നുള്ള രീതിയിൽ, പിന്നെ ഡയറക്ടറിലേക്ക് കാണുകയും ചെയ്യും. എത്ര തവണ കണ്ടു മൊത്തം? കുറേ തവണ കണ്ടു. കണ്ട് മടുത്ത്. നമ്മൾ കണ്ട് മടുത്ത് തിയേറ്ററിൽ നമുക്ക് അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. കണ്ട് മടുത്ത് എത്ര എഡിറ്റിംഗ് റൂമിൽ കാണുന്നു, മിക്സിംഗ് റൂമിൽ കാണുന്നു, ഡബിംഗ് റൂമിൽ കാണുന്നു, അങ്ങനെ. ഓക്കെ, ആക്ച്വലി നമ്മളൊരു സിനിമ കാണുമ്പോൾ ഈ പ്രേക്ഷകൻ എന്ന നിലയിൽ കൂടെയാണോ കാണുന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലാണോ കാണുന്നത്? സിനിമ കാണുമ്പോൾ വേറെ സിനിമകൾ കാണുമ്പോഴാണ് പ്രേക്ഷക നില. കാരണം നമ്മൾ ഡയറക്ടർ നിലയിലൊക്കെ സിനിമ കാണാൻ പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളവിടെ എല്ലാം പറഞ്ഞിട്ട് ആ സിനിമ ആസ്വദിക്കണമെങ്കിൽ അത് വളരെ നോർമലായിട്ട് ഭയങ്കര ചിന്തിക്കാതെയൊക്കെ ഞാൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു പ്രേക്ഷക നില തന്നെ സിനിമ കാണുന്നത്. എന്നാൽ ഉള്ളിൽ ഈ ഡയറക്ടർ ഒളിച്ചു കിടപ്പുള്ളതുകൊണ്ട് ഈ ഷോട്ട് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ തോട്ട്സ് ഒക്കെ അല്ല, അത് ചിലപ്പോൾ സിനിമ നമുക്ക് വർക്കാകാതെ വരുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ആ സിനിമയിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു പോയിന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഇത് ഇങ്ങനെ പോയാലോ, അല്ലെങ്കിൽ ഇന്റർവെൽ ഇങ്ങനെ വർക്കായാലോ, അല്ലെങ്കിൽ ഈ സീൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ അങ്ങനെ ആ സമയത്തായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കും സിനിമ വർക്കായില്ലെങ്കിൽ. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ സക്സസ് ആയോ ദൃഢം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ നമ്മൾക്ക് പടം ഇറങ്ങിക്കഴിഞ്ഞ് ഇവരുടെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്. ഒരു പരിധി കഴിഞ്ഞ് നമ്മുടെ ജഡ്ജ്മെന്റ് നമ്മൾ പോകും, നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ ജഡ്ജ്മെന്റ് പോകും. പിന്നെ പടം ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയാൻ കേൾക്കാം, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈ പടത്തിന് ഉണ്ടായിരുന്നൊക്കെ നമുക്ക് അങ്ങനെ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനത്തെ ഡീറ്റെയിൽസ് കമന്റ്സിൽ വരുമ്പോഴാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത്? കമന്റ്സും റിവ്യൂസും എല്ലാം പിന്നെ പേഴ്സണായിട്ട് കുറെ ആൾക്കാർ നമ്മൾ വിളിച്ചും പറയും, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ആക്ച്വലി ഞാൻ കണ്ട ഏറ്റവും വലിയ ക്രിട്ടിക്കുന്ന ഡയലോഗ് ഡെലിവറിയുടെ ഒരു കാര്യം കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയാം. അല്ലല്ല, അത് ആക്ച്വലി ശരിയാണ്. നമ്മൾ കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞ് കുറെ റിവ്യൂസ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഡ്രമാറ്റിക് ഫീൽ കിടക്കുന്നു എന്ന് ഡയലോഗില്. അത് ശരിയാണ് ആക്ച്വലി. ചില ആളുകൾ കാരണം ഒരു കാര്യം തന്നെ ഒരു 10 പേര് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കണം. നമ്മളതിനെ ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഈ ക്രിട്ടിക്സിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും. എന്നാലും നമുക്ക് അടുത്ത പ്രോജക്റ്റ് ഇതിലും ഗംഭീരമാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതൊന്നും കാര്യമില്ല. ഈ ക്രൈം ത്രില്ലർ ജോണർ എന്നുള്ളത് നമുക്കൊരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ ആ ഒരു ജോണർ തന്നെ എടുക്കാനായിട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, അപ്പം അങ്ങനെ അതിലേക്ക് ഇന്നതാണ്. അല്ല, ഞാൻ ഇന്ന ജോണർ വർക്ക് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ ജോണറും ചെയ്യാൻ താല്പര്യമുള്ളതാണ്. ആക്ഷൻ, റൊമാൻസ്, കോമഡി, അങ്ങനെയെല്ലാം. ഇതിനകത്ത് റൊമാൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അല്ല, അത് അങ്ങനെ റൊമാൻസ് അല്ല. അത് ആ ഒരു ഏരിയ നമുക്ക് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്ങനെ ഈ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത്? ഇതിന്റെ റൈറ്റേഴ്സ് ലിൻഡോയും ജോമോനും, മറ്റേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫെബി, പുള്ളി റിട്ടയർഡ് ഡയറക്ടർ ബൈ ഗോഡൻ സിനിമ ഡയറക്ടറാണ്. അപ്പം അതിന്റെ റൈറ്റേഴ്സ് ആണ് ഈ ലിൻഡോയും ജോമോനും. അപ്പം ഫെബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ലിൻഡോയും ജോമോനും രണ്ടും പുതിയ റൈറ്റേഴ്സ് ആണ്, അവർ 2-3 നല്ല ഐഡിയാസ് ഉണ്ട്, ബ്രോ ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിളിച്ചിട്ട് അവർ 2-3 ഐഡിയാസ് പറഞ്ഞതിൽ ഒരു ഐഡിയ ആണ് ഇതിടത്തിന്റെ ഐഡിയ. പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഒരു ലൈൻ ഇങ്ങനെ പറഞ്ഞു. ലൈൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്ന് പറയാൻ പറഞ്ഞു അവരോട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവർ ഒരു നരേറ്റീവ് സ്റ്റൈല് പെട്ടെന്ന് കഥ പറഞ്ഞു. അപ്പം അങ്ങനെ
ഹുക്കായതാണ്. ഉം. അങ്ങനെ. നമുക്കിത് വർക്കാവുമെന്ന് തോന്നി. അതെ, വർക്കാവുന്നു. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന്റെ ക്ലൈമാക്സ് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, വർക്കാവുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ലൈൻ തന്നെയാണ് എന്നെയും ഇതിലേക്ക് ഹുക്ക് ചെയ്തത്. ഓക്കെ. അങ്ങനെ. ക്ലൈമാക്സ് ആയിരുന്നു ആദ്യം നമ്മളോട് ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ മൊത്തം കഥ? അല്ലല്ല, ഒരു സ്ട്രക്ചർ ഇങ്ങനെ പറഞ്ഞു. സ്ട്രക്ചർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. അതെ അതെ ആ അതെ. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? നമ്മൾ നോർമലായിട്ട് തന്നെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ വലിയ എന്താ ക്ലൈമാക്സിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അല്ലാതെ നോർമലായിട്ട് തന്നെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തത്. ഫൈറ്റ് സീൻസ്, കാരണം ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ടല്ലോ, അതെ, അതെങ്ങനെയായിരുന്നു എക്സിക്യൂട്ട് ചെയ്തത്? അത് ആക്ഷൻ ഡയറക്ടറായിട്ട് നമ്മൾ നേരത്തെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, നമ്മുടെ ഏറ്റവും ഒരു മെയിൻ ഏരിയ ആയിരുന്നു അത്. അപ്പം ആക്ഷൻ ഡയറക്ടറായിട്ട് ഇരുന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇങ്ങനെ വേണം, ഈവൻ നമുക്ക് ഇങ്ങനെ ഒരു കിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഓരോ ബ്ലോക്കുകൾ നമ്മൾ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്ത് പുള്ളി നമുക്ക് 2-3 ഓപ്ഷൻസ് തന്നു. പിന്നെ പുള്ളി നമുക്കൊരു ട്രയൽ വീഡിയോ എടുത്ത് നമ്മൾ കാണിച്ചു തന്നിരുന്നു. ഒരു റിഹേഴ്സൽ ഒരു വീഡിയോ എടുത്ത് നമ്മൾ കാണിച്ചു തന്നു. അതിനകത്ത് കറക്ഷൻസ് പറഞ്ഞു. അങ്ങനെ ആയിരുന്നു ആക്ഷൻ പരിപാടി നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്തത്. ഓക്കെ. അങ്ങനെ. നമ്മളിപ്പോ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാലോ, അതായത് ഈ ഒരു പോർഷൻ ഇവർക്ക് ആളുകൾക്ക് വർക്ക് ആവോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ വരുമല്ലോ. അങ്ങനത്തെ പോർഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ വ്യൂവേഴ്സ് ആയിട്ട് കണക്ട് ആയത്? അങ്ങനെ എനിക്ക് ക്ലൈമാക്സ് സെക്ഷൻ തന്നെയായിരുന്നു. നമ്മൾ ഒരു കഥ പറഞ്ഞ് പോയി അവസാനത്തെ ഒരു റിവീലും പരിപാടികളും ആക്ഷൻ പോക്കുകളൊക്കെ ആയിരുന്നു നമ്മൾ മനസ്സിൽ കണ്ടത്. ഞാൻ മനസ്സിൽ കണ്ട ആൾക്കാർക്ക് ഇത് വർക്കാവും, അല്ലെങ്കിൽ ഈ ഏരിയ വരുമ്പോഴത്തേക്ക് ഒരു മൊമെന്റം കിട്ടുമെന്നൊക്കെ രീതിക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു മെജോറിറ്റി ആൾക്കാർ കിട്ടി. മെജോറിറ്റി ആൾക്കാർക്ക് ചില ആൾക്കാർ എന്താ പ്രെഡിക്റ്റ് ചെയ്യുന്നു, പ്രെഡിക്റ്റബിലിറ്റി വന്നു. അപ്പോൾ ആൾക്കാർക്ക് ആ ഒരു ഹൈ പോയി. അങ്ങനെ ഒപ്പീനിയൻസ് കിട്ടി. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചോടെ തന്നെ ആ ഏരിയയിലേക്ക് കിട്ടിയ ആൾക്കാരും ഉണ്ട് ആക്ച്വലി. അങ്ങനെ. അല്ല, ആക്ച്വലി ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ 2 തരം പ്രേക്ഷകരാണ്. കാരണം സിനിമ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കണ്ട് ഈസിലി ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. അതല്ലാതെ നോർമലി പ്ലെയിൻ ആയിട്ട് പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അതെ, സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം. അതിനാണ് നമ്മൾ മിടുക്കുക ആക്ച്വലി. പക്ഷേ എന്താ, ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമ കാണുമ്പോഴത്തേക്ക് എന്താ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും, നമ്മൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യും. അതിപ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് കിട്ടാം, അത് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും അതിന് 100% അത് ചിലപ്പോൾ അത് മെജോറിറ്റി പോർഷന് കിട്ടാതിരിക്കുന്ന സമയത്താണ് അത് സാറ്റിസ്ഫൈ ആകുന്നത്. അങ്ങനെ. അപ്പം അത് സംഭവിക്കുന്നതാണ്. നമ്മളത് എന്താ ചില ഏരിയകൾ നമ്മൾ അറിയത്തില്ല. ഇപ്പോൾ പടം കണ്ടുകൊണ്ടിരിക്കും, നമ്മൾ ഓർക്കും ഇത് ഭയങ്കര ലൂപ്പ് ഹോളൊക്കെ അടച്ച് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ വേറൊരാൾ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്, ഇന്ന ഏരിയ എനിക്ക് ഇന്ന ഒരു ഡയലോഗ് പറഞ്ഞപ്പം, അല്ലെങ്കിൽ ഇന്ന ഒരു മൂവ്മെന്റ് അയാൾ കാണിച്ചപ്പം എനിക്ക് ഡൗട്ടായിരുന്നു. അപ്പം നമുക്ക് അറിയത്തില്ല സാധനം. അത് പല ആൾക്കാർക്ക് പല ചിന്തകളാണല്ലോ. അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ. ഇപ്പൊ എക്സാമ്പിളൊക്കെയാണ് ഇപ്പോൾ ദൃശ്യത്തെയൊക്കെ സംബന്ധിച്ചോളം അവസാനത്തെ അതൊന്നും ആൾക്കാർ ആരും പ്രെഡിക്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെയാണ് അതിന്റെ ഫസ്റ്റിലെ അതിന്റെയൊക്കെയാണ് അതിന്റെ അത്രയും വലിയ സക്സസ് അതിന്റെ. അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത. ഇപ്പൊ ജിത്തു സാറിന്റെ സ്കൂൾ ഓഫ് സിനിമ എന്നാണ് വരുന്നത്. അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ടും. ഞാൻ ജിത്തു സാറിനോട് മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ ഏരിയ ആയിട്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാറാണ് പടം നേര് കൂമൻ എല്ലാത്തിനകത്തും, ദൃശ്യം 2, റാമ, നേരെ, കൂമൻ, മറക്കുഴി, 12th Man, അങ്ങനെ എല്ലാം. അങ്ങനെ ആ സമയം തൊട്ട് മിറാഷിന് മുമ്പ് വരെ ഞാൻ സാറിനോട് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. മിറാഷ് തൊട്ട് വലതുവശക്കളിനൊക്കെ ആകുമ്പോൾ ഞാൻ എൻ്റെ പടത്തിന്റെ തിരക്കുകളിലായിരുന്നു, ഇൻഡിപെൻഡന്റ് ആവുള്ള പരിപാടിയിലായിരുന്നു. അപ്പം സാറിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സാറാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ഒരു വേഷനായി കഴിഞ്ഞ് സാറിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് കാണിച്ചത്. സാറ് വായിച്ചിട്ട് സാറിൻ്റെ ഒരു ഏസിൽ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്. അവിടെ തുടങ്ങി എന്നാ സിനിമ റിലീസാകുന്ന വരെ സാറ് കൂടെ കട്ടയ്ക്കാനെ ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഡയറക്ഷനിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ലൂപ്പ് ഹോൾ, അല്ലെങ്കിൽ ഇതിങ്ങനെ കറക്റ്റ് ചെയ്താൽ ശരിയാവും, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സാറിൻ്റെ സജഷൻസ് ഉണ്ടായിരുന്നു. സാർ നമ്മളോട് ഇങ്ങനെ ചെയ്താൽ കൊള്ളാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സജഷൻസ് പറയും. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് തിരസ്കരിക്കാം. അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാർ നമുക്കൊരു അഭിപ്രായം പറയും. നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത സജഷൻസ് ഉണ്ട്. ഉറപ്പായിട്ടും. ഏറ്റവും കൂടുതൽ ചലഞ്ച് വന്നത് ഏത് സീൻ ഷൂട്ട് ചെയ്യുമ്പോഴായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ അത് ക്ലൈമാക്സ് ആ ഒരു ബ്ലോക്ക് തന്നെ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. കാരണം നമുക്ക് അതിനകത്ത് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു നമ്മൾ. ക്ലൈമാക്സ് സെക്ഷൻ തന്നെയായിരുന്നു. ഏകദേശം എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ടോട്ടൽ ഡേയ്സോ 55 ദിവസം എടുത്തു. നമ്മൾ 52 ദിവസമാണ് പ്ലാൻ ചെയ്തത്. 3 days നമുക്ക് എക്സ്ട്രാ വന്നു. കാരണം മഴയൊക്കെ ആയിരുന്നു, അങ്ങോട്ട് ഫുൾ ഡേ മഴയായിരുന്നു. നമ്മൾ Day 1 തൊട്ട് Day 55 വരെ മഴയായിരുന്നു. നമുക്ക് മഴ പണി തന്നിട്ടുണ്ട് ആക്ച്വലി. അതുകൊണ്ട് ഷെയ്ൻ തന്നെയാണോ നമ്മുടെ മനസ്സിൽ ഈ കഥ കേട്ടപ്പോൾ ആദ്യം വന്നത്? ഉറപ്പായിട്ടും. കാരണം ഈ സിനിമ കണ്ടതല്ലേ ആക്ച്വലി. അപ്പം നമുക്ക് ആ ഒരു പയ്യൻ ലുക്ക് വേണമായിരുന്നു. എന്നാൽ ആ ക്യാരക്ടർ ഗ്രോത്ത് ആകുമ്പോൾ നമുക്കൊരു മെച്യൂരിറ്റി തോന്നിക്കുകയും ചെയ്യണം. അപ്പോൾ ഷെയ്നാണ് ആ ഒരു ആപ്റ്റ് ഞങ്ങൾക്ക് തോന്നി. ഷെയ്ൻ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ചോയ്സ്.
എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു ഒരു ഉറപ്പായിട്ടും 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 ആയിരുന്നു. ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയേക്കുന്നത് ഷെയ്നാണ്. അതെ 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 കാരണം ആ കഥാപാത്രം ആ കൈകളിൽ അത്രയും ഭദ്രം. ഭദ്രമാണ്. പുള്ളി ഗംഭീര ആർട്ടിസ്റ്റാണ്, അടിപൊളി ആർട്ടിസ്റ്റാണ്. അതെ, എല്ലാം. ഈ സിനിമ ഒരു സ്ലോ ബേൺ ആയിട്ടാണ്. ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു സ്ലോ ആയിട്ട്, പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം അതെ നടക്കുന്നത്. അതെ അപ്പൊ ഇത് നമുക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത് തോന്നിയായിരുന്നോ? അതെ തോന്നിയത് നമ്മളൊരു എപ്പോഴും നമ്മളൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമല്ലോ. ഉം. ഒരു സ്ലോയിൽ തുടങ്ങി ഒരു ഇന്റർവെൽ പോയിന്റിൽ ഒരു ഹുക്ക് കൊടുത്ത് സെക്കൻഡ് ഹാഫിലാകുമ്പോൾ നമ്മൾ കുറച്ചൊരു പേസ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അത് കുറേ ഓഡിയൻസിന് അത് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ഈവൻ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു ആക്ച്വലി. കാരണം അവർ ഇന്നാൻ കുറേ സമയം എടുത്തു എന്നൊരു പരാതി ഉണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കാര്യങ്ങൾ പറഞ്ഞ് പോയേ പറ്റൂ. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതെ 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 ഓക്കെ. ഏതെങ്കിലും ഒരു പോർഷൻ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തിരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വന്നാൽ നല്ലതായിരിക്കും എന്നുള്ള ഉറപ്പായിട്ടും രീതിയിൽ ഉറപ്പായിട്ടും സ്ക്രിപ്റ്റ് കിട്ടിക്ക് ഉണ്ട്? നമ്മളൊരു ഡയറക്ടർ വേഷനിലേക്ക് നമ്മൾ ഉറപ്പായിട്ട് അതിനെ ആക്കണമല്ലോ, നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ആക്കണം. അപ്പം അങ്ങനെ സീനുകളിൽ തിരുത്തിയിട്ടുണ്ട് ഓക്കെ. ഈ ഒരു സിനിമയിലെ മ്യൂസിക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ചില ചില കാര്യങ്ങൾ റിവീൽ ആവുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റീരിയസ് സംഭവം കൊണ്ടുപോകുന്ന സമയത്ത്, അപ്പം മ്യൂസിക് ഡയറക്ഷനിലുള്ള ഒരു പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നു? നമ്മൾ ശ്രീരാഗ് സജിയാണ് മ്യൂസിക് ഡയറക്ടർ. പുള്ളി ചുരുളി ഇരുളൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പം മ്യൂസിക് ഡയറക്ഷനിൽ നമുക്ക് ഇന്ന സീനുകളിൽ ഇതുപോലെ മ്യൂസിക് കയറണം, അല്ലെങ്കിൽ ഇന്ന സീനിൽ മ്യൂസിക് താഴണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കയറ്റണം. അതൊക്കെ നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മ്യൂസിക് ഡയറക്ടർ നമുക്കൊരു ഔട്ട് തരും, പക്ഷെ നമുക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. നമ്മളും കൂടി ഇരുന്നിട്ടായിരിക്കും റെഫറൻസുകൾ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിനിമകളുടെ റെഫറൻസ് ഒക്കെ പറയും. എനിക്ക് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മൂഡ് ഇവിടെ എലവേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അത് എന്താ നല്ല ഗീവ് ആൻഡ് ടേക്ക് പോളിസി തന്നെയായിരുന്നു ആക്ച്വലി. കാരണം ഇങ്ങനത്തെ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് മിസ്മാച്ച് ആയിട്ട് പോകുമല്ലോ. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടു എന്നുള്ളത് വലിയൊരു കാര്യം. അപ്പൊ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? ത്രില്ലർ സബ്ജക്റ്റിനെ സംബന്ധിച്ചോളം മ്യൂസിക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു താഴെ കിടക്കുന്ന ഒരു സീനെ മ്യൂസിക് കൊണ്ട് നമുക്ക് എലവേറ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് അത്രയും ആക്ച്വലി ഇപ്പോൾ നമ്മൾ ജനുവരി റിലീസ് പ്ലാൻ ചെയ്തായിരുന്നു, ജനുവരിയൊക്കെ. പക്ഷേ മ്യൂസിക്കിൽ നമ്മൾ കോംപ്രമൈസ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സമയം മ്യൂസിക്കിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 മാസം എക്സ്ട്രാ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് മ്യൂസിക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ഓക്കെ. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി പേര് അത് കമ്പയർ ചെയ്തേക്കുന്നത് ദൃശ്യം സിനിമ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്പാരിസൺ കണ്ടായിരുന്നോ? അത് ഏതാ അങ്ങനത്തെ കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയൊരു ഫീൽ എന്തായിരുന്നു? അയ്യോ, ദൃശ്യം വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയൊരു സിനിമ, അതിന്റെ വേറൊരു ക്ലൈമാക്സ്. ദൃശ്യം അത് വേറൊരു ലീഗ്. അങ്ങനെ കണ്ടപ്പോൾ സന്തോഷം. അങ്ങനെ ഇതിപ്പോ പ്രഡിക്റ്റ് ചെയ്തെങ്കിൽ പോലും ആളുകൾക്ക് ആ ഒരു പ്രഡിക്റ്റ് ചെയ്തവർക്ക് ആ വോ ഫാക്ടർ പോയി കാണും. കാരണം അവർ വിചാരിച്ച പോലെ ആയിരുന്നു. എന്നിരുന്നാൽ പോലും ക്ലൈമാക്സിൽ ആളുകൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനകത്ത് ഒരാൾ പോലും ആ ക്ലൈമാക്സ് കൊള്ളില്ല എന്നുള്ള ഒറ്റ കമന്റ് പോലും ഇല്ല. അപ്പൊ ക്ലൈമാക്സിൽ നമ്മൾ വീട് പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരും അതിനകത്ത് സെറ്റായി എന്നുള്ള അഭിപ്രായം തന്നെയാണോ? അതെ അതെ ഉറപ്പായിട്ടും ക്ലൈമാക്സ് മെജോറിറ്റി ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ഞങ്ങളും അത് തന്നെയാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. പടം ബില്ല് ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിൽ ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുത്ത് കണ്ടിറങ്ങുന്ന ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആകുന്നു എന്നൊരു റിവ്യൂസാണ് എനിക്ക് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ഒരു ട്രാക്കൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഫസ്റ്റ് മുതലേ കുറേ ഈവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആൾക്കാരെ ബോറടിപ്പിക്കാതെ തന്നെ ഇപ്പം കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. നമ്മൾ അവസാനം ഒരു 20 മിനിറ്റ് കൊണ്ടുപോയി കത്തിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെയൊന്നും കാര്യം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ സിനിമ മാറി തുടങ്ങി. കാരണം ഇപ്പോൾ എല്ലാവരും റീലുകളൊക്കെ കണ്ടിട്ട് കുറേ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റുള്ള റീലൊക്കെ കണ്ടിട്ട് ആൾക്കാർ അടുത്ത് എന്താന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ സിനിമയുടെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ആക്ച്വലി. അപ്പം അതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക്. പിന്നെ മെജോറിറ്റി ആൾക്കാർക്ക് കുറക്കാവുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും. ഈ ത്രില്ലർ ജോണർ എടുക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ചലഞ്ച് ക്ലൈമാക്സ് തന്നെയാണോ? ക്ലൈമാക്സ് നമ്മളിപ്പോൾ ഒരു സസ്പെൻസ് ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഹൈഡ് ചെയ്യാം. ഇപ്പം ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യരുത്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ആൾക്കാർ ഗസ് ചെയ്ത് പിന്നെ പോയി. അതിപ്പം അതെല്ലാവരെയും ഒരു 5% ആൾക്കാർ ഗസ് ചെയ്യുമായിരിക്കും. പക്ഷെ മെജോറിറ്റി ആൾക്കാർ ഗസ് ചെയ്യാതെ കൊണ്ടുപോയി നമ്മളത് ബാക്കി ഡോട്ട്സ് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ഫില്ല് ചെയ്ത് വരണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ ചലഞ്ച്. ഓക്കെ. ഇനി എഴുത്ത് പരിപാടിയിൽ താല്പര്യമുള്ള ഒരാളാണ്? ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് മൂവി അങ്ങനെ ആയിരിക്കുമോ? നെക്സ്റ്റ് മൂവി അല്ല, അത് വേറെ നമ്മുടെ ദൃഢത്തിന് റൈറ്റേഴ്സുമായിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറൊരു പരിപാടിയുണ്ട്. അതെല്ലാം വേറെ ആൾക്കാരാണ്. ഞാൻ തന്നെ എഴുതുന്നൊരു പരിപാടി
അടുത്ത സിനിമയായിട്ട് ചെയ്യാൻ ആകത്തില്ല. ആ സമയത്ത് ആകത്തില്ല. ഉം. പതിയെ 2, 3 പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് വരാൻ ഉം. പോകുന്നത്. അങ്ങനെ. അത് സാധാരണ എല്ലാവരും പറയും രണ്ടാമത്തെ സിനിമയാണ് നമ്മുടെ ഒരു അതെ. ഫ്യൂച്ചർ. അപ്പോൾ സെക്കൻഡ് സിനിമ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അതായത് ഏത് ജോണർ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ. ആക്ച്വലി അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാണ്. പക്ഷെ അതിപ്പോ ഞാൻ പുറത്ത് പറയാനായിട്ടില്ല. ഏത് ജോണറാന്നൊക്കെ ഉണ്ട്. അത് ആ നമ്മൾ അതിന്റെ ഒരു എന്താ ഡിസ്കഷൻ സ്റ്റേജിലാണ്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഉം. അപ്പൊ അതിന്റെ ഒരു പരിപാടിയിലാണ് ഉം. നമ്മള്. ഈ സിനിമയാണ് നമ്മുടെ ഒരു കപ്പ് ഓഫ് ടീ എന്ന് തോന്നിയത് ഏറ്റവും ആദ്യം എപ്പോഴായിരുന്നു? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ളതാണ്. ഇതിനോടുള്ള ഭയങ്കര ഇൻട്രസ്റ്റ്, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സാധനം സിനിമയാണ്. ഉം. ഇപ്പം ഒരു സിനിമ ഇപ്പം ഞാൻ ആദ്യമായിട്ട് സിനിമ കാണുന്നത് എനിക്ക് തോന്നുന്നത് വീട്ടുകാരൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയി കാണുന്നത് 10th ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ടാണ് ഒറ്റയ്ക്ക് ഉം. സിംഗിളായിട്ട് പോയി കാണാൻ തുടങ്ങിയത്. അപ്പം ഓരോ സിനിമ ഇറങ്ങുമ്പോൾ നമുക്കൊരു കൗതുകമായിരിക്കും, എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ഉം. സന്തോഷമായിരിക്കും. തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫീലാണ്. ഉം. അപ്പം നമുക്ക് എന്ത് വിഷമമൊക്കെ ഉണ്ടെങ്കിലും സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ലാൽ സാറിൻ്റെയോ മമ്മൂക്കയുടെയോ ആരുടെയോ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു റിലീഫാണ് ആ ഒരു ഉം. 2.5 മണിക്കൂർ. അതെ. അപ്പോൾ അവിടെ നിന്നാണ് മനസ്സിലാക്കിയത് സിനിമ എന്താ ഒരു നമുക്ക് ഭയങ്കര ഒരു റിലീഫ് ഇരുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ അറിയാലോ ഒരു സന്തോഷം ഉം. എങ്ങനെയാണെന്നുള്ളത്. അത് തന്നെയാണ്. അങ്ങനെ നമ്മൾ പിന്നെ ജിത്തു സാറിന്റെ അടുത്തോട്ട് എത്തുന്നതൊക്കെ ആ ഒരു സാറിനെ ജേർണി. ശല്യപ്പെടുത്തി, ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തി, ഓ, മെസ്സേജ് അല്ലാണ്ട് ഞാൻ പേഴ്സണലി എങ്ങനെയെങ്കിലൊക്കെ പരിചയം ഉണ്ടാവുന്നു? അല്ലല്ല ഒരു പരിചയമില്ല. ഒന്നുമില്ലായിരുന്നു. സാറ് പറയും അത് ഭയങ്കര റെയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണെന്നുള്ളത്. അതായത് ഒരു ഫോൺ മെസ്സേജ് എപ്പോഴും വിളിച്ച് മെസ്സേജ് അയച്ച് അങ്ങനെ, അത് ഏതോ ഒരു സമയത്ത് സാറിൻ്റെ അസോസിയേറ്റ് നമ്പർ എനിക്ക് അയച്ചു തന്നു, ഓ. കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ്. ആ. അങ്ങനെ വളരെ അപ്പോൾ സാറ് തന്നെയുള്ളൂ പറയും അത് നിനക്ക് എന്തോ വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്, കാരണം കുറേ പേര് അയക്കുന്നതാണല്ലോ, ഒന്നും മൈൻഡ് അതെ അതെ, ചെയ്തൊന്നുമില്ല. ഞാനും അത് ഓർത്തു. അങ്ങനെ അങ്ങനെ എന്നിട്ട് കോള് വരുമായിരുന്നോ? അല്ല, ഞാൻ എന്നിട്ട് സാറിൻ്റെ അസോസിയേറ്റ്, സാറ് വാട്സാപ്പിൽ എന്താ അസോസിയേറ്റ് നമ്പർ അയച്ചു തന്നു, സുധീഷ് രാമേന്ദ്രൻ. ഉം. അദ്ദേഹം ഇപ്പോൾ ഡയറക്ടറായി, ഈ ആ. ന്യൂ ഉത്തരത്തിൻ്റെ ഡയറക്ടറാണ്. അപ്പം അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ബാക്കി അസിസ്റ്റന്റ് അസോസിയേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഇവിടം വരെ എത്തി. അതെ അതെ. ഇപ്പൊ ഈ ഒരു ജേർണി ജസ്റ്റ് ഒന്ന് ഓർക്കുമ്പോ എങ്ങനായിരിക്കും ഒന്ന് പറയാൻ പറ്റുക? അല്ല, ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇതാണ് ഇതിൻ്റെ പ്രശ്നം, നമ്മൾ സിനിമയിലേക്ക് ഒന്ന് സാറിൻ്റെ കൂടെ AD ആയിട്ട് വർക്ക് ചെയ്ത് റാമിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമ സെറ്റ് ഇതൊന്നും അറിയത്തൊന്നുമില്ല. പുറത്തുനിന്ന് വേറെ കാണുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേറെ ഒന്നും നമുക്കില്ല. അറിയത്തില്ല, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഒന്നും അറിയത്തില്ല. സിനിമ ഓക്കെ, സിനിമ എന്ന് പറയുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ ഓക്കെ, ചെറിയ ഐഡിയാസ് ഒക്കെ ഉള്ളൂ. പക്ഷേ അതിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോഴാണ് ഇത് വലിയൊരു സംഭവം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു ചെറിയ പരിപാടിയല്ല ആക്ച്വലി. ഈ നമ്മൾ പുറമേ നിന്ന് ആൾക്കാർ കാണുന്ന പോലെയല്ല സിനിമ അതിൻ്റെ അകത്ത്. ഭയങ്കര ഹാർഡ് വർക്ക് വേണ്ട എന്താ പ്രോസസ്സാണ്. ഉം. നമ്മുടെ എന്താ ഭയങ്കര ഫെയിം അല്ലെങ്കിൽ സിനിമാക്കാരൻ അങ്ങനെയൊന്നും പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഒരു എന്താ ചില്ലറ പരിപാടിയല്ല, ഭയങ്കര നമ്മൾ ഭയങ്കര എഫേർട്ട് വേണ്ട ഒരു പരിപാടിയാണ്. ആക്ച്വലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യാൻ എത്ര സമയം എടുത്തു, എത്ര വർഷം എടുത്തിട്ടുണ്ടാവും? ഞാൻ 5 years. 5 years. മിനിമം അത്രയെങ്കിലും വേണം നമുക്ക് സിനിമയെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇപ്പം AD ആയിട്ട് വർക്ക് ചെയ്യാതെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് എത്ര പേര് സിനിമ ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ ഓരോ ഇതാണ്. ആ. സാറിനോട് വർക്ക് ചെയ്തു. സാറ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഗ്യാപ്പ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. സാറിനോട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് ടു ബാക്ക് ഫിലിംസ് സാർ സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അതിലങ്ങോട്ട് ഇന്നായി അങ്ങനെ. ഓക്കെ. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അത് നമ്മൾ ചെയ്തു, നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം സിനിമ റിലീസാവണം. അതിന്റെ തലേ ദിവസം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു? ഭയങ്കര ടെൻഷനാണ്. നമ്മൾ സിനിമ ടെൻഷനാണ്. ചെയ്യേണ്ടെന്ന് വരെ ആലോചിച്ചു. അതുപോലെ ടെൻഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്താണ്, കാരണം പിറ്റേ ദിവസം നമ്മൾ ചെയ്തൊരു പ്രൊഡക്റ്റ് ലോകം മൊത്തം കാണാൻ പോവാണ്. ആൾക്കാർ എന്ത് പറയും, അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെടുവോ, അങ്ങനെ എന്താ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഇല്ലെന്ന് തോന്നുന്നു. കുറച്ചു നേരം കണ്ട് ഉറങ്ങിയുള്ളെന്ന് തോന്നുന്നു. ഒന്നാമത് എനിക്ക് കാലും പോയിരിക്കുമായിരുന്നു. ഓ, അത് അതിന് മുമ്പായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. മറ്റേ റെഡ് എഫ്എമ്മിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തായിരുന്നു. ഇപ്പോൾ ഗോകുലം ഗ്രാൻഡ് പാർക്കിലായിരുന്നു സ്റ്റേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് രാവിലെ എറണാകുളത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ ഒന്നും ഉറങ്ങിയിട്ടില്ല, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അതൊരു സുഖമുള്ള ടെൻഷനാണ്. എന്നിട്ട് അടുത്ത ദിവസം നമ്മുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ആ ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴോ? കിട്ടിക്കഴിഞ്ഞപ്പോഴും സന്തോഷം. എന്നാലും അവിടുന്ന് ടെൻഷനുണ്ട്. പിന്നെ അടുത്ത ഒരാഴ്ചത്തെ ആൾക്കാർ എങ്ങനെ തിയേറ്ററിലേക്ക് എത്തുമോ, എങ്ങനെ ആൾക്കാർ വരുമോ, റിവ്യൂസ് എങ്ങനെയാണ്, അങ്ങനെ. ഓക്കെ. ഒരു ആദ്യത്തെ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണോ ഒന്ന് ഓക്കെ ആയത്? ഒന്ന് ഓക്കെ ആയി. പിന്നെ കുറച്ച് പേർക്ക് ആൾക്കാർക്ക് പടത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വീണ്ടും എന്താ ടെൻഷൻ ആവുന്നു. ടെൻഷനല്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കുന്നു. പിന്നെ കുറെ പേര് വിളിച്ചു, പടം കണ്ടിട്ട് ഭയങ്കരമായിട്ട് വർക്കാവുന്നു പറഞ്ഞ് വിളിച്ചു. അപ്പം അങ്ങനെ ഇതൊരു പ്രോസസ്സാണ്, ആക്ച്വലി വലിയൊരു പ്രോസസ്സാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു കുറച്ച് ആദ്യത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഈ ടെൻഷൻ ഇതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത്
കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഒരു ഈസി ഗോയിങ് ആയിട്ട് വരും. അതായത് സിനിമ നമ്മൾ എടുക്കുന്നു, ഇറങ്ങുന്നു, അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പം അടുത്തൊരു സിനിമ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഷൂട്ട് ചെയ്ത് പ്രോസസ്സിൽ നമുക്ക് ഭയങ്കര അതിനകത്ത് എന്താ നമ്മൾ എക്സ്പേർട്ട് ആയല്ലോ, കുഴപ്പമൊന്നുമില്ല. സിനിമ ഇറങ്ങുന്നതിന് തലേദിവസം ഏത് ഡയറക്ടർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ടെൻഷൻ കാണുമെന്ന് തോന്നുന്നു. അതിപ്പോൾ എത്ര പടം ഞാൻ ചെയ്താലും അതിപ്പം അതങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മൾ അത് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് അതെ ഞാനത് ചെയ്യുന്ന പുറത്ത് കാണിക്കുന്നതിലുള്ള എൻ്റെ ഒരു അത് കുറവായിരിക്കും. ചിലപ്പോൾ ഞാൻ ഒരു 2 പടം ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ മൂന്നാമത്തെ പടം ഇറങ്ങുന്നതിൻ്റെ തലേദിവസം ഞാൻ ടെൻഷൻ ചിലപ്പോൾ ഞാൻ പുറത്ത് എനിക്ക് എന്നെ കണ്ട ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ എല്ലാവർക്കും ടെൻഷൻ കാണും ഉറപ്പായിട്ടും. അത് അങ്ങനെയാണ്. ഓക്കെ. നമുക്കൊരു ഗൂസ് ബംസ് വന്ന ഏതെങ്കിലും ഒരു സീൻ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഇരുന്ന് കണ്ട സമയത്ത്? എനിക്ക് ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ലീഡായിരുന്നു അങ്ങനെ. ഓക്കെ. ഇപ്പൊ ഷെയ്ൻ അല്ലാതെ ബാക്കി ഒരു കാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ഓഡിഷൻ ആയിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ സജഷൻസ് വഴി വന്നതായിരുന്നോ? സജഷൻസും പിന്നെ ഓഡീഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഷെയ്ൻ്റെ കൂടെ ഉള്ള ടീം ഓഡീഷൻസും ഇല്ല, കാരണം അവർ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആണല്ലോ. ഒരു പുതിയ സെറ്റ് ഓഫ് ടീം വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരിലേക്ക് എത്തിയത്. ശോഭി ചേട്ടനാണെങ്കിലും ദിനേശ് ചേട്ടൻ, നന്ദനുണ്ണി, അങ്ങനെ കൃഷ്ണപ്രഭ. ഓക്കെ. ആരെ കൺവിൻസ് ചെയ്യാനായിരുന്നു ഏറ്റവും വലിയ പാട് ഈ ഒരു കഥ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട്? ഇല്ല, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷെയ്നെ പക്ഷെ അങ്ങനെ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്ത് അപ്പം തന്നെ പുള്ളി ഓക്കെ പറയുമായിരുന്നു. നമുക്ക് അങ്ങനെ വലിയ കൺവിൻസ് ചെയ്യേണ്ട ഒന്നൊന്നുമില്ല. പുള്ളിക്ക് ആ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഓക്കെ ആയിരുന്നു. അങ്ങനെ വേറെ ആരെയും അങ്ങനെ ഭയങ്കര കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. വന്നിട്ടില്ല. ഓക്കെ. ഷെയ്ൻ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തപ്പോൾ തന്നെ ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരാളാണ് ഷെയ്ൻ തന്നെ വന്നേന്നുള്ളത് പറഞ്ഞപ്പോൾ പുള്ളിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? പുള്ളി ഹാപ്പി ആയിരുന്നു. പുള്ളിക്ക് ആ നരേഷൻ കേട്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, നമ്മൾ പറഞ്ഞു കൊടുത്തു കാര്യം പുള്ളിക്കും കിട്ടി കറക്റ്റായിട്ട്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം പുള്ളി കറക്റ്റായിട്ട് കിട്ടി. ഇപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എന്റെ ആദ്യത്തെ സിനിമ ഈ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ടായിരിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ, ഞാൻ ഭയങ്കര ഒരു ലാലേട്ടൻ ഫാനാണ്. എനിക്ക് മോഹൻലാലിനെ വെച്ച് അല്ലെങ്കിൽ ലാൽ സാറിനെ വെച്ച് പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ അത് ആദ്യത്തെ സിനിമ ആകണമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് സിനിമ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അദ്ദേഹത്തെ വെച്ച്. അങ്ങനെ ഓക്കെ. നമ്മളിപ്പോ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ല, ലാസ്റ്റ് സിനിമയിലേക്ക് എത്തി. ഇപ്പൊ എനിക്ക് തോന്നുന്നു സക്സസ് ആയി, അല്ലെങ്കിൽ ഒരു സിനിമ എടുത്തത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമ തന്നെ എടുത്തിരുന്നു. പക്ഷെ ഈ സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ തിരിച്ചാലോചിച്ചായിരുന്നു, അതായത് ഈ സിനിമ എനിക്ക് വർക്കാവോ, കറക്റ്റ് ആവോ, അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു? ആദ്യത്തെ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ സിനിമ ഷൂട്ട് ഐഡിയ ആയിട്ട്. അപ്പം ആ സമയത്ത് പല രാത്രിയിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ക്ലാപ്പാണ് നമ്മൾ ഫസ്റ്റ് തരുന്നത്. എനിക്ക് തോന്നുന്നു ഏത് പുതിയ ആള് ചെന്ന് കഴിഞ്ഞാലും ക്ലാപ്പായിരിക്കും തരുന്നത്. ഇത് നമുക്ക് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. കറക്റ്റ് ഫ്രെയിമിൽ കൊണ്ട് വെക്കണം. ഇത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ വഴക്കൊക്കെ കേൾക്കും. അത് പഠിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ആക്ച്വലി നമുക്ക് ടെൻഷനാണ് ആക്ച്വലി. കാരണം വലിയ ആർട്ടിസ്റ്റാണ് മൊത്തം. പ്രാവിലാകുമ്പോൾ ലാൽ സാറ്, തൃഷ, സായിയേട്ടൻ, സിദ്ദിഖേട്ടൻ, ഇങ്ങനെ ഇത്ര ആൾക്കാരൊക്കെ നിൽക്കുവാണ്. ഇപ്പോൾ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ക്യാമറയിൽ സെറ്റ് വെച്ചേക്കുവാണ്. റോൾ ക്യാമറ എന്ന് പറയുന്നു. ഫുൾ സൈലൻസ് ആണ്. ഇത്ര ആർട്ടിസ്റ്റിക് നമ്മളായിരിക്കും പിന്നെ ഇത് കയറി ഇങ്ങനെ ക്ലാപ്പൊക്കെ പിടിക്കേണ്ടത്. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കയ്യിൽ പോകും. ഒരു ദിവസം പോലും ഞാൻ വെച്ച ക്ലാപ്പ് കറക്റ്റ് ആയിട്ടില്ല. ആദ്യത്തെ ഒരു 1-2 ആഴ്ചകളിൽ. അപ്പൊ ആലോചിക്കാന്നല്ലേ ഉള്ളൂ. അപ്പം ആ ഒരു ടെൻഷൻ, അത് ഭയങ്കര ടെൻഷനായിരുന്നു. ആ സമയത്ത് റൂമിൽ പോയിട്ട് ഇങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് ആലോചിക്കും, ഇത് പറ്റിയ പരിപാടിയാണോ, നിർത്തിയിട്ട് പോയാലോ, കാരണം മൊത്തത്തിൽ ഗ്ലൂമിയാവും. പിന്നെ അവിടുന്ന് നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്ക് എക്സ്പേർട്ടായി, പിന്നെ പ്രശ്നമില്ല. ഏറ്റവും ആദ്യത്തെ സീൻ ഏതായിരുന്നു? ലാലേട്ടനാണ് ഞാൻ ക്ലാപ്പ് വെക്കുന്നത് ആക്ച്വലി ഫസ്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമ എടുക്കാൻ ആഗ്രഹം, എനിക്ക് തോന്നുന്നു ലാലേട്ടനായിട്ടുള്ള സിനിമ എടുത്തു കഴിഞ്ഞാൽ ഈ ഡയലോഗ് നമുക്ക് അവിടെ പറയാൻ തോന്നും. ലാലേട്ടന്റെ അവിടെ ക്ലാപ്പ് അടിച്ച് തുടങ്ങി, ഇപ്പൊ ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യുന്ന രീതിയിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ. ലാലേട്ടനെ വെച്ച സിനിമ ഏതെങ്കിലും സ്ക്രിപ്റ്റ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, പ്ലാനിങ്ങിലുണ്ട്. അത് ഒരു 2-3 പരിപാടികൾ കഴിഞ്ഞ് സംഭവിക്കട്ടെ. ആക്ച്വലി നമ്മൾ ഒരു സ്ക്രിപ്റ്റ്, അത് ആർട്ടിസ്റ്റിനെ കണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നതാണോ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നതാണോ? നമ്മൾ ആർട്ടിസ്റ്റിനെ കണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടി ഇല്ല, അങ്ങനെയില്ല. നമ്മളൊരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആപ്റ്റ് ആകുന്ന ആരാണോ നോക്കിയിട്ടാണോ ചിന്തിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആരും ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. നമ്മളൊരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിന് ആപ്റ്റ് ആവുന്ന ആരാണോ അതിലേക്ക് നമ്മൾ കിടക്കുക എന്നുള്ളത്. അല്ല, ചില ആളുകൾ ഇത് മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്ന് പറയാറുണ്ട്. ചില ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാനൊരു അങ്ങനെ നേരത്തെ ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് അങ്ങനെ പരിപാടികളില്ല. ഒരു പരിപാടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അതിലേക്ക് ആരാണ് ഏറ്റവും സൂട്ട് ആകുന്നതെന്ന് ചിന്തിക്കുന്നു, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. എന്തായാലും ദൃഢം സിനിമ ഇറങ്ങി സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത സിനിമ ഉടനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.